ഈ ലോകത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച ഇതിൻ്റെ സീമകൾ ലംഘിച്ച് കുതിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് മനുഷ്യത്വം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് മനസ്സിനെക്കുറിച്ച് പഠിക്കപ്പെടുകയും മനസ്സിൽ ഇടപെടൽ നടത്തുകയും ചെയ്യാൻ യോഗ്യരായ ആളുകളുടെ എണ്ണം കുറയുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസമെല്ലാം ലോകത്തിന് നന്മയ്ക്ക് പകരം തിന്മയും ദുരന്തവുമാണ് വരുത്തി വയ്ക്കുന്നതെന്ന് നമുക്ക് കാണാനാവുക. അണുവിനെ വിഭജിച്ചു, ആറ്റം ബോംബുണ്ടാക്കപ്പെട്ടു, ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഒക്കെ നടന്ന ഒരു കാലഘട്ടത്തിലാണ്. അണുശക്തിയുടെ അപാരമായ സാധ്യതകൾ ലോകം തിരിച്ചറിഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആറ്റം ബോംബിലൂടെയാണ് ലോകത്ത് അണുശക്തിയുടെ ആ വലിയ സാധ്യത തിരിച്ചറിഞ്ഞത്. ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് ലോകത്ത് 3-4 ലക്ഷം മനുഷ്യരെ, നിരപരാധരായ മനുഷ്യരുടെ ജീവനെ ഹോമിക്കാൻ മാത്രമാണ് ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന്, മനസാക്ഷിയെ മറന്നുപോയ വിദ്യാഭ്യാസത്തിന് സാധിച്ചത് എന്ന യാഥാർത്ഥ്യത്തെ ഇന്നും അതിൻ്റെ ഗൗരവത്തെ ലോകം തിരിച്ചറിയുന്നില്ല. നല്ല മാനസിക രോഗമുള്ള ഒരാളായിരുന്നു അന്ന് അമേരിക്കൻ വൈറ്റ് ഹൗസിൻ്റെ സ്വിച്ച് ബോർഡുകളുടെ കൺട്രോൾ ബോർഡ് നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും ഹിരോഷിമ ലോകത്തുണ്ടാകുമായിരുന്നില്ല, നാഗസാക്കി ലോകത്തുണ്ടാകുമായിരുന്നില്ല. മാനസിക യോഗ്യതയുള്ള, മാനസിക ഗുണമുള്ള ആളുകളില്ലാതെ വന്നതിൻ്റെ പേരിലാണെന്ന് ഗസ്സ അനുഭവിക്കുന്ന ദുരന്തം. അതിൻ്റെ ദുരന്തമാണ് വെനിസ്വേല അനുഭവിക്കുന്ന ദുരന്തം. ലോകത്തെ ഏറ്റവും വലിയ എണ്ണസമ്പന്നമായ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി, ഏറ്റവും വലിയ, ഗൾഫ് നാടുകളെക്കാൾ അധികമാണ്, എണ്ണസമ്പന്നമായ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ ഒരു രാജ്യരാമാനം വന്ന് അമേരിക്കൻ കമാൻഡോകൾ വന്നിറങ്ങി അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് അയാളെ പൊക്കിക്കൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോവുക, ആ രാജ്യം തന്നെ കീഴ്പ്പെടുത്തുക. ഇപ്പോഴത്തെ ഇറാന് നേരെ യുദ്ധം ചെയ്യുക, ഗസയെ ചാരമാക്കുക, ചാമ്പലാക്കുക. ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്നത് മാനസിക മൂല്യങ്ങൾ തകർന്നുപോയ, മാനസിക ആരോഗ്യം കുറഞ്ഞുപോയ മനോരോഗികൾ ലോകം ഭരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത്തരം മനോരോഗികളെ തിരുത്താൻ പറ്റുന്ന യോഗ്യതയുള്ള മനഃശാസ്ത്രജ്ഞന്മാർ ലോകത്ത് ഉയർന്നു വരണം. അത് ലോകത്തിൻ്റെ മുഴുവൻ അനിവാര്യമായ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് അവരുടെ എണ്ണം എത്ര കണ്ട് വളരുന്നു, വർദ്ധിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് മനസ്സിലാണ് മൂല്യങ്ങൾ ജനിക്കുന്നത്, മനസ്സിലാണ് നന്മകൾ വളരുന്നത്, മനസ്സുകൊണ്ടാണ് ലോകം സമാധാനത്തിലേക്ക് കുതിക്കുന്നത്, മനസ്സുകൊണ്ടാണ് ലോകം സ്വർഗീയമാകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനസ്സിനെ നന്നാക്കാനും മനസ്സിൽ ഇടപെടൽ നടത്താനും യോഗ്യരായ വിദഗ്ധന്മാരെ, യോഗ്യരായ ഡോക്ടർമാരെ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിച്ച് നൽകേണ്ടതുണ്ട്. പാണ്ഡിത്യം കൊണ്ട് മാത്രം കാര്യമില്ല, അറിവ് കൊണ്ട് മാത്രം കാര്യമില്ല. മനസ്സറിഞ്ഞ് ആ പാണ്ഡിത്യത്തെ പ്രയോജനപ്പെടുത്തുന്ന, ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. വിദ്യാഭ്യാസം ധാരാളം ഉണ്ടായിട്ടുണ്ടല്ലോ, അധ്യാപകർ ധാരാളമുണ്ട്. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും മക്കളെ പഠിപ്പിക്കുന്ന എത്രയാണ് ലോകത്ത് പടർന്ന് പന്തലിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ടീനേജ് മക്കൾ പഠിക്കുന്ന, കൗമാരക്കാർ പഠിക്കുന്ന സ്കൂളുകളും കോളേജുകളുമൊക്കെ, അവിടെയൊക്കെ അധ്യാപകരില്ലാത്തത് കൊണ്ടല്ല, വിദഗ്ധരായ അധ്യാപകർ, ഡോക്ടറേറ്റ് ഉള്ളവർ ഒക്കെയായ അധ്യാപകരുടെ കീഴിൽ പഠിക്കുന്ന നമ്മുടെ ടീനേജ് മക്കൾ, നമ്മുടെ കുരുന്നുകൾ ഭൂലോക ക്രിമിനലുകളായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം, അല്ലേ? അവരിൽ നിന്നാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ ക്രിമിനലിസവും പടർന്നു വരുന്നത്. എന്തുകൊണ്ട്? അവരുടെ ക്രിമിനൽ മനസ്സിനെ നേരായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ ആവശ്യമായ മാനസിക ആരോഗ്യമുള്ള ആളുകൾ, അവരുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്താൻ, അവരുടെ മനസ്സിൻ്റെ ഉടവുകളെ പരിഹരിച്ചെടുക്കാൻ, അവരുടെ മനസ്സിനെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കാൻ എങ്ങനെയാണ് ഇടപെടൽ നടത്തേണ്ടതെന്ന് അവർക്കറിയില്ല. ഈ വിദ്യാർത്ഥികളുടെ കഥ എങ്ങനെയാണെങ്കിൽ, യോഗ്യതയില്ലാത്ത അധ്യാപകരുടെ കരങ്ങളിൽ അർപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികൾ ലോകത്ത് ദുരന്തമായി പരിണമിക്കുകയാണ്. യോഗ്യതയില്ലാത്ത അധ്യാപകർ ലോകത്തിൻ്റെ ശാപമാണ്. അധ്യാപകർ മനുഷ്യൻ്റെ മനസ്സുകളിൽ, കുരുന്നുകളുടെ മനസ്സിൽ, ഭാവിയുടെ തലമുറയുടെ മനസ്സുകളിൽ ഇടപെടൽ നടത്തേണ്ടുന്ന അധ്യാപകർ അയോഗ്യന്മാരായി മാറിയ ഒറ്റ കാരണം കൊണ്ടാണ് ലോകം ഇത്രമാത്രം അപകടകരമായ പ്രവണതയിലേക്ക് പോയത്. സ്കൂളുകളിൽ, കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ, ടീനേജ് മക്കളുടെ വികലമായ മാനസിക പ്രവണതകളോട് സമരസപ്പെട്ടുകൊണ്ട് അവരെന്തിഷ്ടപ്പെടുന്നു അതിൻ്റെ പുറകെ അധ്യാപകർ ഒഴുകുന്ന ഒരു കാലമാണ്. പണ്ടൊക്കെ നമ്മുടെ അധ്യാപകർ അവരുടെ വഴിയെ മക്കളെ കൊണ്ടുവരുമായിരുന്നു. സ്നേഹം കൊടുത്ത്, സാരോപദേശങ്ങൾ കൊടുത്ത്, നല്ല മാതൃകകൾ കട്ടിക്കൊടുത്ത്, സ്നേഹം ചൊരിഞ്ഞു കൊടുത്ത് അവർ ആ കുഞ്ഞു മക്കളെ
ഒപ്പം കൊണ്ടുവരുമായിരുന്നു. ഇന്നലകളിലൊക്കെ ഞങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ ഞങ്ങളുടെ സ്കൂളുകളിലെ അധ്യാപകന്മാരുണ്ട്. ആ അധ്യാപകന്മാർ എത്ര മനഃശാസ്ത്രപരമായാണ് ഞങ്ങളോട് ഇടപെട്ടിരുന്നത് എന്ന് ഇന്നും വളരെ ഗ്രഹാതുരത്വത്തോടുകൂടി ഞങ്ങളൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങൾ വീട്ടിൽ കൂടുമ്പോൾ ഓർക്കാറുണ്ട്. ഞങ്ങളെ തല്ലിയ അധ്യാപകരോടാണ് ഞങ്ങൾക്ക് കൂടുതൽ സ്നേഹം. ഇന്ന് അധ്യാപകർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം തന്നെ വടി തൊട്ടു പോകരുതെന്നാണ്. ഇപ്പോൾ ആകാന്ന് പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് കെടുതി അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ വടി തൊട്ടു പോകരുതെന്നാണ് DG മറ്റേ വിദ്യാഭ്യാസ ഡയറക്ടർ കൊടുത്ത നിർദ്ദേശം. ഒരു കാലത്ത് മക്കളോട് ഡോൺസ് പറയരുത് എന്നാ. ഡൂസ് ആൻഡ് ഡോൺസ് ഇല്ലാതെ മക്കളെ എങ്ങനെയാണ് നന്നാക്കുക? കൗമാര മക്കൾ അതിൻ്റെ മനസ്സിൻ്റെ അപകടതരങ്ങളെക്കുറിച്ച് സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ പറഞ്ഞ സിദ്ധാന്തങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. മനസ്സിൻ്റെ വിവിധങ്ങളായ തലങ്ങൾ. വളരുന്ന ടീനേജ് മക്കൾ ഇഡ് ഓർ ലിബിഡോ എന്ന് പറയപ്പെടുന്ന ഒരു മാനസിക ഭാവത്തിന് വിധേയമാകുന്നവരാണ്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈഗോയ്ക്ക് വിധേയമാകും. പിന്നെയും കടന്നു പോയാൽ സൂപ്പർ ഈഗോയ്ക്ക്. ഈ സൂപ്പർ ഈഗോയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഉന്നതമായ മാനസിക നിലവാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഈഗോ എന്ന് പറയുന്ന ഒരു രണ്ടാം തലമുണ്ട്. അതിനു മുമ്പ് ഒരു പ്രാഥമിക തലം, മനുഷ്യ മനസ്സിൻ്റെ വളരുന്ന മക്കളുടെ കൗമാരത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ തലം എന്ന് പറയുന്നത് അത് തെറ്റുകളെ ആസ്വദിക്കുന്ന ഒരു കാലമാണ്. തെറ്റുകളെ ആസ്വദിക്കുന്ന വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് അതിനെ മൂന്നായി തിരിച്ചു. ഇഡോർ ലിബിഡോ എന്നും ഈഗോ എന്നും സൂപ്പർ ഈഗോ എന്നുമാണ് സിഗ്മണ്ട് ഫ്രോയിഡ് വ്യാഖ്യാനിച്ചതെങ്കിൽ മനസ്സിൻ്റെ ഈ മൂന്ന് തലങ്ങളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നഫ്സുൽ അമ്മാറ എന്നും നഫ്സുൽ ലവ്വാമ എന്നും നഫ്സുൽ മുത്തുമയിന്ന എന്നും. എന്ന് പറഞ്ഞാൽ വളരുന്ന കൗമാരത്തിൻ്റെ മനസ്സ് തെറ്റുകളെ എൻജോയ് ചെയ്യുന്നതാണ്. വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ, ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ, മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞാൽ പറഞ്ഞവനോട് പകയുണ്ടാകുന്ന, കഴിക്കാൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരു മനസ്സാണ് ടീനേജ് മക്കളുടേത്. ആ മക്കളെയാണ്, അവിടെയാണ് ഇടപെടൽ നടത്തേണ്ടത് അധ്യാപകന്മാർ, യോഗ്യതയുള്ള അധ്യാപകന്മാർ. അതിനെയാണ് അമ്മാറ എന്ന് ഖുർആൻ പറഞ്ഞത്. ഇഡ് ഓർ ലിബിഡോ എന്ന് മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യാഖ്യാനിച്ചത്. തെറ്റാണ് അവർ എൻജോയ് ചെയ്യുക. അതാണ് അമ്മാറ, തെറ്റിനേറെ പ്രേരിപ്പിക്കുന്ന മനസ്സെന്നാണ് ആ മനസ്സിനെ കുറിച്ച് പറഞ്ഞത്. രണ്ടാമതൊരു ഘട്ടമുണ്ട്, തെറ്റിനെ കുറ്റപ്പെടുത്തുന്നിടത്തേക്ക് മനസാക്ഷി ഉണരുന്ന രണ്ടാം ഘട്ടം. അതിനെയാണ് അദ്ദേഹം ഈഗോ എന്ന് വിശേഷിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് നഫ്സുൽ ലവ്വാമ എന്ന. എന്താണ് ലവ്വാമയുടെ അർത്ഥം? നേരെ ഈ പണ്ഡിതന്മാർക്കറിയാം. കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി എന്ന്. തെറ്റ് ചെയ്താൽ ഇത് തെറ്റായി പോയല്ലോ എന്ന് ഒരു തോന്നൽ വരുന്നത് കുറച്ചൊന്ന് പാകപ്പെട്ടിട്ടാണ്. അവിടം വരെ നമ്മുടെ മക്കളെ എത്തിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഈ പ്രാഥമിക തലത്തിൽ അധ്യാപകന്മാർക്കാണ്. മനഃശാസ്ത്രം അറിയുന്ന അധ്യാപകരവിടെ വേണം. മൂന്നാമതൊരു തലമുണ്ട്, ഏതാണ്ട് കാട്ടുകൊള്ളക്കാരന്മാരും സാമൂഹിക ദ്രോഹികളും ഒക്കെ പിന്നെ നന്മ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലമുണ്ട്. കാശിക്ക് പോകുന്ന, ഉംറയ്ക്ക് പോകുന്ന, നമ്മൾ കാണാറുണ്ടല്ലോ. എല്ലാം ആയി കഴിയുമ്പോൾ എല്ലാം അവസാനിപ്പിച്ചിട്ട് പിന്നെ എന്തെങ്കിലും നന്മ ചെയ്താലേ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. ഇതാണ് സൂപ്പർ ഈഗോയുടെ കാലഘട്ടമെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് അയാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, നന്മയിൽ സംതൃപ്തി കണ്ടെത്തിയ ആത്മാവേ എന്നാണ്. നന്മയിൽ സംതൃപ്തി കണ്ടെത്തിയ ആത്മാവേ. അതൊടുവിൽ അങ്ങനെ മനുഷ്യരെത്തും. പക്ഷെ അതിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് തിന്മ ആസ്വദിക്കുന്ന നഫ്സുൽ ലവ്വാമയാണ്, ഇഡ് ഓർ ലിബിഡോ. നഫ്സുൽ അമ്മാറയാണ്, ഇഡ് ഓർ ലിബിഡോയാണ്. രണ്ടാമത്തേത് മനസാക്ഷി കുറ്റപ്പെടുത്തുന്ന മാനസിക തലത്തിലേക്ക് പിന്നെയാണ് അവൻ ഉയരുന്നത്. അല്പമൊക്കെ ഒന്ന് വളർന്നു കഴിയുമ്പോൾ അതിനെയാണ് ഈഗോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈഗോയാണ് പലപ്പോഴും തെറ്റിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്നത്, അല്ലേ? പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ അഭിമാനബോധം, ഈഗോ അതിനനുവദിക്കുന്നില്ല. അതാണ് മനസാക്ഷി. കുറ്റപ്പെടുത്തുന്ന മനസാക്ഷിയിലേക്ക് നമ്മുടെ മക്കളെ ഒന്ന് എത്തിക്കണം. അവിടെയാണ് അധ്യാപകരുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത്. അവിടെ കഴിഞ്ഞ പിന്നെ നമുക്ക് വലിയ റോളൊന്നുമില്ല. മനസാക്ഷിയുടെ വിളിയോത്ത് മനുഷ്യ സമൂഹം പ്രവർത്തിച്ചോളും. കുറേ കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നന്മയുടെ വഴിയിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് സ്വാഭാവികമായും തിരിഞ്ഞു വരാനുള്ള ഒരു പ്രവണത മനുഷ്യ മനസ്സുകൾക്കുണ്ട്. അതുകൊണ്ട് മനുഷ്യപ്രകൃതിയുടെ മാനസികമായ പ്രകൃതത്തിൻ്റെ അന്തർധാര എന്താണ് എന്ന്, അതിൻ്റെ അന്തസത്ത എന്താണ് എന്ന് പ്രവാചകന്മാരാണ് ഈ ലോകത്തെ പഠിപ്പിച്ചത്. ദൈവികമാണ്, മനസ്സിൻ്റെ ഉടമസ്ഥനാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർക്ക് ആ അറിവുകൾ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ലോക ചരിത്രത്തിൽ എക്കാലത്തും ആദരിക്കപ്പെട്ട മനുഷ്യർ ഡോക്ടർമാരല്ല. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന മനുഷ്യർ സയൻറ്റിസ്റ്റുകളല്ല. ലോക ചരിത്രത്തിൽ അവരൊക്കെ ആദരിക്കപ്പെടേണ്ടവരും ആദരണീയരുമാണ്.
പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാർശനികന്മാരായ പ്ലേറ്റോയെപ്പോലെ, സോക്രട്ടീസിനെ പോലെ, അരിസ്റ്റോട്ടിലിനെ പോലെയൊക്കെയുള്ള മഹാദാർശനികന്മാർ, അതുപോലെ തന്നെ മഹാപ്രവാചകന്മാർ, ലോകത്തിൽ നിന്ന് 800 കോടി മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ സാധാരണഗതിയിൽ തരംതിരിക്കാറുള്ളത് ക്രിസ്ത്യാനികൾ 250 കോടി എന്നാണ്, മുസ്ലിമീങ്ങൾ 225 കോടി എന്നാണ് പറയുന്നത്, ഹിന്ദുക്കൾ വേറെ ഒരു 100-150 കോടിയോളം വരും. ഇങ്ങനെ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടത്തുമ്പോൾ അവരുടെയൊക്കെ ദാർശനികന്മാരായ, ആചാര്യന്മാരായ പ്രവാചകന്മാരെ ചുറ്റിപ്പറ്റിയാണ് ആളുകൾ അറിയപ്പെടുന്നത്. മോസസിൻ്റെ പേരിൽ, ജീസസിൻ്റെ പേരിൽ, മുഹമ്മദിൻ്റെ പേരിൽ, സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമിൻ്റെ പേരിൽ. എന്തുകൊണ്ട്? മനുഷ്യ മനസ്സുകളുടെ അടിത്തറ, അതിൻ്റെ അന്തസത്ത തിരിച്ചറിഞ്ഞ് അവിടെ ഇടപെടൽ നടത്തിയ, മനുഷ്യൻ്റെ മനസ്സിനെ കർമ്മഭൂമിയാക്കിയ, അവരെ നേരിൻ്റെ വഴിയിലേക്ക് കൈപിടിച്ചാനയിച്ച മഹാമനീഷികളെ ലോകം മറക്കാതെ എന്നും ഓർമ്മയിൽ കാത്തുവെക്കും. അവരെ ലോകമെന്നും മറക്കാതെ ഓർമ്മയിൽ കാത്തുവെക്കും. ഫറോവയുടെ അനുയായികൾ ലോകത്ത് എത്രയുണ്ട്? അതേസമയം യേശുവിൻ്റെ അനുയായികൾ 250 കോടിയുണ്ട്, അല്ലേ? മോസസിൻ്റെ അനുയായികൾ, ഫറോവയുടെ ഏറ്റുമുട്ടിയ മോസസിൻ്റെ അനുയായികൾ എത്രയുണ്ട്? 100 കണക്കിന് കോടി ആളുകളുണ്ട്, കൃത്യമായും പറയാനറിയാം. മുഹമ്മദ് നബിയുടെ അനുയായികൾ എത്രയുണ്ട്? 100-300 കോടി, 250 കോടിയുണ്ട്. ശത്രുവായിരുന്ന അബൂജഹലിൻ്റെ അനുയായികൾ എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? എബ്രഹാം പ്രവാചകന്റെ അനുയായികൾ, ലോകത്തെല്ലാ മതസ്ഥരും എബ്രഹാമിനെ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ എബ്രഹാമിനോട് ഏറ്റുമുട്ടിയ നമ്രൂദ് യുടെ അനുയായികൾ എത്ര പേരുണ്ട്? 1 കോടിയെങ്കിലും ചൂണ്ടിക്കാട്ടാനാകുമോ? ലോക ചരിത്രം മനുഷ്യൻ്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഉത്ഗ്രഥനത്തിന് വേണ്ടി, അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അഥവാ മനുഷ്യനെ വാനോളം ഉയർത്താൻ വേണ്ടി പണിയെടുത്ത, മനസ്സിൽ ഇടപെടൽ നടത്തിയ മഹാമനീഷികളായ ദാർശനികന്മാരെയും പ്രവാചകന്മാരെയും നെഞ്ചോട് ചേർക്കുന്ന ലോകമാണ്. ഞാൻ സൂചിപ്പിച്ചത് വൈകിയ ഒരു സമയത്ത് ഉദ്ഘാടക എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു സമയത്ത് ഇനിയും പ്രസംഗം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സാണ് യാഥാർത്ഥ്യം. മനസ്സെന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. മനസ്സിൻ്റെ ചിറകിലേറി തേരിലേറി മനുഷ്യൻ ആകാശ സീമകളുടേക്കും അപ്പുറത്തേക്ക് പറക്കുന്നവനാണ്. ആ മനസ്സിനെ ഉത്കൃഷ്ടമാക്കണം, അതിനെ നന്നാക്കണം, മനസ്സിൽ ഇടപെടൽ നടത്തണം. അതിന് ആവശ്യമായ അധ്യാപകർ ഈ ലോകത്തിന് ഏറെ അനിവാര്യമാണ്. മനസ്സാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ വളർത്തുന്നത്. അറിയുമോ നിങ്ങൾക്ക് മനസ്സും ബോഡിയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ ഒരു വാക്ക് കൂടി ഞാൻ പറയട്ടെ. ഈ ശരീരം നടന്നെത്തണമെങ്കിൽ അങ്ങേ കവലയിൽ കമലേശ്വരം ജംഗ്ഷനിൽ നടന്നെത്താൻ 10 മിനിറ്റ് വേണ്ടി വരും. പക്ഷേ എൻ്റെ മനസ്സിന് വാഷിങ്ടണിലൂടെ ഇപ്പോൾ പറന്നു നടക്കാൻ സമയം വേണ്ട, പാരീസിലൂടെ പറക്കാൻ സമയം വേണ്ട, ലോസ് ആഞ്ചലസിലൂടെ പറന്നു നടക്കാൻ സമയം വേണ്ട, സൗരയൂഥത്തിൽ പറന്നെത്താൻ സമയം വേണ്ട, ഗാലക്സികൾ താണ്ടി പറന്നു പോകാൻ സമയം വേണ്ട. അഥവാ മനുഷ്യൻ മനസ്സുകൊണ്ട് ഈ ഭൂമിയുടെ ഉപരിതലങ്ങളെ ഭേദിച്ചുയരാനും വളരാനും സാധ്യതയുള്ള ഒരനശ്വര സൃഷ്ടിയാണെന്നും ആ സൃഷ്ടിയെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അവൻ്റെ ഈ അന്തരംഗമാണ്, മനസ്സാണ് എന്നും അതിൽ മാലിന്യങ്ങൾ പുരളാതെ അതിനെ നിലനിർത്തിക്കൊണ്ടു പോയില്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ മനുഷ്യൻ കാലിടറി വീഴും. അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ ഇടപെടുന്ന പ്രിയപ്പെട്ട അധ്യേതാക്കളെ, അധ്യാപകരെ, നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ യഥാർത്ഥ ഗുരുക്കന്മാർ, വഴികാട്ടികൾ. കേവല ഭൗതികതയുടെ അധ്യാപനം നടത്തുന്നവരെക്കാൾ എത്രയോ ഉയരെയാണ് നിങ്ങളുടെ സ്ഥാനം. നിങ്ങൾ വളരെ സമർത്ഥമായി നിങ്ങൾ ഇടപെടൽ നടത്തിയാൽ, അറിയുമോ, നിങ്ങൾക്കിന്ന് ലോകത്ത് മനുഷ്യനൊരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്, ഒരു ഇടപെടലിന് വേണ്ടി കൊതിക്കുന്നുണ്ട്. ഒന്ന് പരസ്പരം, നിങ്ങൾക്കറിയുമോ, ഒരു കഥ കേട്ടിട്ടുണ്ട്. വെറും കഥയല്ല. അമേരിക്കയിലെ ഒരാൾ, അദ്ദേഹം വിഷാദ രോഗത്തിനടിമപ്പെട്ടു. വിഷാദം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ദുരന്തമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഡെത്ത് കോസ് എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വർഷം മരിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന്? ആത്മഹത്യയിലൂടെയാണ് മരിക്കുന്നത്. ലോകത്ത് മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ട സംഗതി എന്താ? അവൻ്റെ ജീവനാണ്, അല്ലേ? 10 കോടി സമ്പാദ്യമുള്ള അല്ലെങ്കിൽ 100 കോടി സമ്പാദ്യമുള്ള ഒരു സമ്പന്നൻ തൻ്റെ ആയുസ് 1 വർഷവും കൂടെ നീട്ടിക്കിട്ടുമെന്ന് കണ്ടാൽ 100 കോടിയും മുടക്കി അവൻ എവിടെയും പോയി ചികിത്സിക്കും. അത്രമേൽ താൻ സ്നേഹിക്കുന്ന, മനുഷ്യൻ സ്നേഹിക്കുന്ന ജീവനെ ഈ ലോകത്തൊരു വർഷം 10 ലക്ഷം ആളുകൾ സ്വയം ഹോമിക്കുന്നു എന്ന് വന്നാൽ വിഷാദത്തിൻ്റെ, മാനസിക തകർച്ചയുടെ ദുരന്തത്തെക്കാൾ വലിയൊരു ദുരന്തം ലോകം അനുഭവിക്കുന്നില്ല എന്ന് നമ്മൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളതിനെ ഒരു ആത്മഹത്യ എന്ന് പറയുന്ന ഒറ്റപ്പെട്ട ഇൻസിഡൻറ്റുകളായി എഴുതി തള്ളുമ്പോൾ
ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ ആത്മഹത്യയുടെ വഴിയിലാണ്, വക്കീലാണ്. അങ്ങനെ ധാരാളം ആളുകൾ. ഒരു വർഷം ഇന്ത്യ രാജ്യത്തെ കണക്ക് 1,70,000 ഒന്നാണ്. അത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള കേരളത്തിലാണ്. കേരളത്തിൽ 15,000 പേര് ഒരു വർഷം ആത്മഹത്യ ചെയ്യും. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത്. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ്റെ മാനസികമായ മുരടിപ്പിനെ, വിഷാദത്തെ പിടിച്ചു കെട്ടാൻ കേവല വിദ്യാഭ്യാസത്തിനാകുന്നില്ല. മനസ്സിൻ്റെ ഔന്നത്യത്തിലേക്ക് ചിറകടിച്ച് പറക്കാൻ, അതിന് ദൈവദത്തമായ അതിൻ്റെ വിശാലതകളെ തിരിച്ചറിയാൻ അതിന് കഴിയണം. അയം നിജ പരോവേദി ഗണന ലഘുചേതസ, അയം നിജ പരോവേദി ഗണന ലഘുചേതസ ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം എന്നല്ലേ വേദസൂക്തികൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ നീ എന്ന വിധത്തിൽ മനുഷ്യനെ വേർതിരിച്ച് അന്യതാബോധത്തോടുകൂടി സങ്കല്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ചെറിയ മനസ്സിൻ്റെ ഉടമയാണ്. ആകാശ ചെരിവുകളിലേക്ക് ചിറകടിച്ച് പറക്കുന്ന, ഗാലക്സികൾ താണ്ടിപ്പറക്കുന്ന, വാഷിങ്ടണിലൂടെ സമയത്തിൻ്റെ ആവശ്യമില്ലാതെ പാറിപ്പറക്കുന്ന ആകാശത്തിൻ്റെ അവശിഷ്ടമായ സ്പന്ദമായ ഈ മനസ്സ്, ആ മനസ്സിനെ അന്യതാബോധം കൊണ്ട് മനുഷ്യൻ ചെറുതാക്കുകയാണ്. ഹിന്ദുവെന്ന് ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, ഹിന്ദുവെന്ന്, ക്രിസ്ത്യാനിയെന്ന്, മുസ്ലിമെന്ന് വർഗീയമായി വേർതിരിക്കുന്ന, ജാതി കൊണ്ട് വംശീയമായി വേർതിരിക്കുന്ന ഇവനൊക്കെ ചെറിയ മനസ്സിൻ്റെ ഉടമകളാണ്. വലുതായിരിക്കേണ്ട മനസ്സിനെ ചെറുതാക്കുന്നവനാണ് വേദം പഠിപ്പിക്കുന്നത്. ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം, ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ, ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്ന് പഠിപ്പിച്ച ഗാന്ധിജിയുടെ ലോകമേ തറവാട്, ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം, അതാണ് മഹാമനീഷികൾ, പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ചത്. ലോകം മുഴുവൻ നമ്മുടെ തറവാടാണെന്ന് സങ്കല്പിക്കുന്ന വിശാലമായ ഒരു മാനസികാവസ്ഥയുടെ കുറവ് കൊണ്ട് അയലത്ത് താമസിക്കുന്നവനെ പോലും തിരിച്ചറിയാതെ. ഞാൻ എറണാകുളത്താണ് സേവനം ചെയ്യുന്നത്. അവിടെ വലിയ ടവറുകളിലാണ് ആളുകൾ താമസിക്കുന്നത്. ഒരു റൂമിൽ താമസിക്കുന്നവൻ, ഒരേ ഫ്ലാറ്റിൽ താമസിക്കുന്നവന് വർഷങ്ങളോളം താമസിച്ചാലും അവരെന്നെ അറിയില്ല. അമേരിക്കയിൽ അടുത്ത കാലത്ത് സംഭവമുണ്ടായി. അവിടെ താമസിക്കുന്ന ഒരാൾ വിഷാദരോഗിയാണ്. ആരും തനിക്കായില്ല എന്ന നിരാശാബോധവുമായി മരിച്ചു കളയാമെന്ന് തീരുമാനിച്ചിട്ട്, ആരും തനിക്കാരുമില്ലെന്ന ചിന്ത, വിഷാദമാണ് അദ്ദേഹത്തെ അലട്ടുന്ന രോഗം. ആ വിഷാദത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരാണ് 10 ലക്ഷം ആളുകൾ ഒരു വർഷം ഈ ഭൂമിയിൽ. അത്രമേൽ മനുഷ്യൻ തൻ്റെ മാനസിക പ്രശ്നങ്ങളാൽ മനുഷ്യൻ അലട്ടപ്പെടുന്നുണ്ട്. അവിടെയാണ് നിങ്ങളുടെ ഇടപെടലെന്ന് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അയാൾ ഇറങ്ങി ഒരു മരണക്കുറിപ്പ് എഴുതി വെച്ചു. ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, തനിക്കാരുമില്ല. പക്ഷെ അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചത് 3 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഒരു നദിയുടെ കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പാലത്തിൽ നിന്ന് നദിയിലേക്ക് എടുത്തു ചാടി മരിക്കാനാണ്. നദിയിലേക്ക് ചാടി മരിക്കാൻ 3 കിലോമീറ്റർ നടന്നു പോകണം. അദ്ദേഹം എഴുതി, ആരുമില്ലാത്ത, എന്തേ എന്നോട് ചോദിക്കാൻ, ഹലോ എന്നോട് പറയാൻ ആരുമില്ലാത്തൊരു ലോകത്താണ്, അമേരിക്കയിലാണ് എൻ്റെ ജീവിതം. ഞാൻ കടന്നു പോകുന്ന വഴിയിൽ ആരെങ്കിലും എൻ്റെ പുറത്തുനിന്ന് തട്ടിയാൽ, എന്തുണ്ട് വിശേഷമെന്നൊന്ന് ചോദിച്ചാൽ, മരിക്കാറുള്ള എൻ്റെ തീരുമാനം ഞാൻ തിരുത്തുമെന്ന് മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആ മനുഷ്യൻ ആ നദിക്കരയിലേക്ക്, പാലത്തിലേക്ക് നടന്നുപോയി. പക്ഷെ പാലത്തിലെത്തുന്നത് വരെ 3 കിലോമീറ്റർ പ്രബുദ്ധമായ, വിദ്യാസമ്പന്നമായ എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ തെരുവിൽ ആ മനുഷ്യൻ്റെ പുറത്തൊന്ന് തട്ടാനോ ഹെലോ എന്ന് പറയാനോ ഒരാളുമുണ്ടായില്ല. ആ മനുഷ്യൻ ആ നദിക്കരയിൽ നിന്ന് നദിയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. ലോകം കേട്ട വാർത്തയാണിത്. മറ്റൊന്നാണ്, അമേരിക്കയിലെ ഒരു വലിയ ഓഫീസിൽ ഒരാഴ്ചയോളം ഒരു മനുഷ്യൻ തൻ്റെ ഓഫീസിലെ കസേരയിൽ മരിച്ചിരുന്നു. ഒരാഴ്ചയോളം മരിച്ചിരുന്നു. ആ മനുഷ്യനോടൊരു ഹലോ പറയാൻ ആരും ഉണ്ടായില്ല. ഇവിടെയാണ് മതം മനുഷ്യൻ്റെ മനസ്സിനെ വലുതാക്കുന്ന സന്ദേശങ്ങൾ നൽകുന്നത്. ഹക്കുൽ മുസ്ലിമി അലൽ മർഇ സിത്തുൻ, ഒരു മനുഷ്യന് മറ്റൊരാളോട് 6 ബാധ്യതയാണ്. ഒന്ന്, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, കണ്ടാൽ ഒരു സലാം പറയണം. തനിക്കാരുമില്ലെന്ന ഒരു തോന്നൽ ഒരിക്കലും തെരുവിലൂടെ നടന്നു പോകുന്ന നീ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരാൾക്കും ഉണ്ടാകരുത്. ഒരു സലാം കൈമാറിക്കൊണ്ട് നിനക്ക് ഞാനുണ്ട് എന്ന തോന്നൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും സൃഷ്ടിക്കാൻ നിനക്കാകണമെന്ന്. അത് 6 ബാധ്യതകളിൽ ഒന്നാണ്, മനുഷ്യനോടുള്ള ബാധ്യതകളിൽ ഒന്നാണ് എന്ന്. തുമ്മിയിട്ട് അൽഹംദുലില്ലാ, തുമ്മിയിട്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടാൽ അവൻ ദൈവത്തെ സ്തുതിച്ചാൽ അവന് നീ സ്തുതി ഏറ്റുപറയണം. കണ്ടോ, തുമ്മിയാൽ പോലും ഇടപെടൽ നടത്തണം മനുഷ്യന് വേണ്ടി. എന്താണ് തുമ്മിയാൽ ഇടപെടൽ നടത്തേണ്ടത്? ഞാൻ മംഗളം മാസികയിൽ ഒരു 25 വർഷം മുമ്പ്, അന്ന് മംഗളമൊക്കെ വായിക്കുന്ന കാലം, ഇപ്പോൾ അതിനൊന്നുമില്ല, വായിക്കുന്ന കാലത്താണ്.
അതിലൊരു ചെറിയ കോളം ന്യൂസ്, അമേരിക്കയിലൊക്കെ അവിടുത്തെ ആളുകൾ തുമ്മിയാൽ പ്രൈസ് ദ ലോർഡ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു, ദൈവത്തിന് സ്തുതി എന്ന്. എന്താണ് അതിന് കാരണം? അവർ പറയുന്നു, തുമ്മുമ്പോഴാണ് ആകെ മനുഷ്യൻ്റെ ഹൃദയം സ്തംഭിക്കുന്ന ഒരേ ഒരു നിമിഷം. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയം സ്തംഭിക്കുന്ന ജീവിതത്തിലെ ഒരേ ഒരു നിമിഷം മനുഷ്യൻ തുമ്മുമ്പോഴാണ്. 120 കിലോമീറ്റർ വേഗത്തിൽ, ശക്തമായ വേഗത്തിൽ വായുവിൻ്റെ പ്രവാഹം പുറത്തോട്ട് സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ തിരിച്ചൊരു പ്രതിപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായി ഹൃദയം സ്തംഭിച്ചു പോകുന്നു എന്നാണ്. ആ സ്തംഭിക്കുന്ന ഹൃദയം മരണതുല്യമായ അവസ്ഥയെ അഭിമുഖീകരിക്കുക. അവിടെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അൽഹംദുലില്ലാ എന്ന് തുമ്മുമ്പോൾ പറയണമെന്ന്. നോക്കണേ, ഇടപെടൽ ഒരു മനുഷ്യജീവിയുടെ, സഹജീവിയുടെ ഒരു പ്രശ്നത്തിൽ അതൊരു തുമ്മൽ ഒരു പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. പോരാ, കേട്ടവൻ അൽഹംദുലില്ലാ എന്നവൻ പറയണം, അല്ലാഹുവേ ഈ മരണതുല്യമായ സാഹചര്യത്തെ അതിജീവിക്കാൻ ഭാഗ്യം തന്ന നിനക്ക് സ്തുതി എന്ന് പറയണമെന്ന് പ്രവാചകൻ. നമ്മളത് പറയാറില്ലേ? എല്ലാവരും പറയുന്നവരല്ലേ? കേട്ടവൻ പറയണം ഇർഹമുക്കല്ലാ, ദൈവം നിനക്ക് കരുണ ചെയ്യട്ടെ, വളരെ പ്രതിസന്ധിയിലൂടെയാണ് നീ കടന്നുപോയതെന്ന്. മൂന്നാമത് ഈ തുമ്മിയാൾ അപ്പോൾ പറയണമെന്ന് എന്താ പറയണ്ടേ? യഹ്ദീക്കും, എല്ലാവരും പറയുന്നത് കേട്ടോ, യഹ്ദീക്കുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. തുമ്മിയവൻ്റെ ഹൃദയം സ്തംഭിച്ചിട്ടില്ല, ചലിക്കുന്നുണ്ട് എന്ന് അവനെ കൊണ്ട് പറയിച്ചിട്ടേ നീ അവിടെ നിന്ന് കടന്നു പോകാവൂ എന്ന് ഇസ്ലാമിൻ്റെ ഒരു സന്ദേശമാണ്. കണ്ടാൽ സലാം പറഞ്ഞുകൊണ്ട് തനിക്കാരുമില്ലെന്നുള്ള തോന്നലിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കണമെന്ന്. എല്ലാ മതങ്ങളും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഞാനൊരു മതത്തിൻ്റെ സോഴ്സിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇടപെടലുകൾ വേണ്ടേ നമുക്ക്? അന്യവൽക്കരണമാണോ വേണ്ടത്? ചേർത്ത് പിടിക്കലല്ലേ വേണ്ടത്? അങ്ങനെ സംഭവിച്ചാൽ ആ അമേരിക്കയിലെ ചെറുപ്പക്കാരൻ മരിക്കുമായിരുന്നില്ല. അങ്ങനെ ഇടപെടൽ, തുമ്മിയാൽ, ഞാൻ ഓർക്കാറുണ്ടായിരുന്നു, സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വലൈക്കും അസ്സലാം ഒക്കെ കടന്നു പോകാം. പക്ഷെ തുമ്മിയവൻ അൽഹംദുലില്ലാ പറഞ്ഞാൽ ഇർഹമുക്കല്ലാ ഇവൻ പറയണം. പിന്നെ തുമ്മിയവൻ നിന്നിട്ട് യഹ്ദീക്കുമുല്ലാ എന്നുകൂടി പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞത് എന്തിനാന്ന് ഞാൻ ഈ മംഗളം വായിച്ചപ്പോഴാണ് അതിൻ്റെ ഉത്തരം കിട്ടിയത്. അവൻ്റെ ഹൃദയം സ്തംഭിച്ചിട്ടുണ്ട്, അവൻ സംസാരം ആരംഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടേ കടന്നു പോകാവൂ എന്ന്. ലോകത്തുള്ള 250 കോടി മുസ്ലിമും മതബോധമുള്ളവരും അത് ചെയ്യുന്നു. ഈ സദസ്സിനോട് എന്ത് പ്രാർത്ഥനയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപോലെ പറഞ്ഞു യഹ്ദീക്കുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും, അള്ളാഹു നിന്നെ നേർവഴിയിൽ നടത്തട്ടെ, വയുസ്ലിഹു ബാലക്കും, നിൻ്റെ ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കട്ടെ. എൻ്റെ അർത്ഥം എന്താ? ബാൽ, ഹൃദയം, നിൻ്റെ ഹൃദയത്തിന് ആരോഗ്യം തരട്ടെ. ഹൃദയത്തിലാണ് പ്രശ്നം. അത്രയും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ. ഒരു ഉപദേശം ചോദിച്ചാൽ, കൗൺസിലിംഗ് ചോദിച്ചാൽ കൊടുക്കണം, കാശ് കിട്ടാതെയും കൊടുക്കണം. കാശിന് വേണ്ടിയുള്ള കൗൺസിലിംഗ് ആകരുത്. ആത്മാർത്ഥതയോടുകൂടി മനുഷ്യൻ്റെ പ്രശ്നത്തിൽ കൗൺസിലിംഗ് കൊടുക്കണം. വൈദാ മരിള ഫൗദുഹു, രോഗിയായാൽ പോയി കാണണം. 6 ഉത്തരവാദിത്വങ്ങളാണ്. അതുപോലെ വൈദാ മാത്ത, അവൻ മരിച്ചാൽ അവൻ്റെ സംസ്കരണത്തിൽ പങ്കുചേരണം. ഇങ്ങനെ മനുഷ്യനിൽ ഇടപെടൽ നടത്തിക്കൊണ്ട്, അവിടെ ജാതിയില്ല, മതമേതുമില്ല, മനുഷ്യൻ്റെ മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഇത്തരം പ്രത്യയ ശാസ്ത്രങ്ങളുടെ പ്രചോദനങ്ങൾ നമ്മെ നയിക്കുമെങ്കിൽ, മതമാണെന്ന് പറഞ്ഞിട്ട് ഭിന്നിപ്പിക്കാൻ എന്ത് വഴിയുണ്ടെന്നാലോചിക്കുന്നതിനപ്പുറത്ത്, മതമാണെങ്കിൽ മനുഷ്യനെ ജാതിക്കും മതത്തിനും അതീതമായി ചേർത്ത് പിടിക്കാൻ എന്താണ് കഴിയുക എന്നാലോചിക്കുന്നിടത്തേക്ക് നാം ഉയരുമെങ്കിൽ, ഈ ഇരിക്കുന്ന നാം എന്ന് മാത്രമല്ല, ലോകത്ത് ഈ ജീവിക്കുന്ന കേരളീയ സമൂഹം മുഴുവൻ, ലോകം മുഴുവൻ മാറുമെങ്കിൽ ലോകം സ്വർഗീയമാകും. അതിലേക്കുള്ള ഒരു വരവാണ്, അതിനുവേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു ഇടപെടലാണ് ഈ കൗൺസിലിംഗ് സംവിധാനം. അത് ആവേശത്തോടു കൂടി അതിനെ പ്രയോജനപ്പെടുത്താൻ സന്നദ്ധരായി സമയം മാറ്റിവെച്ച് സ്വയം മറ്റുള്ളവർക്ക് മാനസിക ആരോഗ്യം പകർന്നു കൊടുക്കാൻ ശ്രമിക്കണമെങ്കിൽ തനിക്ക് ആദ്യം മാനസിക ആരോഗ്യം ഉണ്ടാകണ്ടേ? അതാണ് യഥാർത്ഥത്തിൽ പ്രധാനമായത്. അതുകൊണ്ടൊരു പോസിറ്റീവ് വൈബായി നമുക്ക് കടന്നു പോകുന്ന മുഴുവൻ മേഖലകളിലൂടെയും കടന്നു പോകാൻ. ഈ സദസ്സിൽ ഒരാൾ നന്നായി ചിരിച്ചാൽ നമ്മളൊക്കെ ചിരിച്ചു പോകും, കാരണം അറിയാതെ ചിരിക്കും, അല്ലേ? അതുപോലെ തന്നെ ഒന്ന് ചുമച്ചാൽ നമ്മളൊക്കെ താനെ ചുമച്ചു പോകും. ഈ വൈബ് സൃഷ്ടിക്കാൻ, ഒരു പോസിറ്റീവ് വൈബായി നമുക്ക് രൂപാന്തരപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള അറിവുകളോ പ്രാക്ടിക്കലായ അറിവുകളും നേടി സമൂഹത്തിൻ്റെ സേവനപാതയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഇവിടുത്തെ പ്രിയപ്പെട്ട ബിരുദധാരികളായ സഹോദരി സഹോദരന്മാരെ അനുമോദിക്കുകയും, നിങ്ങളുടെ ജീവിത വഴികളിൽ മനുഷ്യരെ മാനുഷികമായി ഉയർത്തുകയും കൈപിടിച്ചുയർത്തുകയും, ജീവാപായത്തിൽ നിന്നും ആത്മഹത്യ പോലുള്ള മഹാദുരന്തങ്ങളിൽ നിന്നും വിഷാദങ്ങളിൽ നിന്നും അവർക്ക് മുക്തി നൽകി സമാധാനപൂർണമായ ജീവിതം അവർക്ക് സമ്മാനിക്കുകയും ചെയ്യുന്ന മഹത്തായ പ്രക്രിയയിൽ ഏറെ
ബഹുദൂരം മുന്നോട്ട് പോകാൻ അത് ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും മഹത്തരമായ ഒരു ദൗത്യമാണെന്ന തിരിച്ചറിവോടുകൂടി ആവേശത്തോടുകൂടി മുന്നേറാൻ സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഭിവാദനങ്ങൾ.